ഫ്രണ്ട്സ്, ഇന്ന് വളരെ വൈകിട്ടാണ് വീഡിയോ എടുക്കുന്നത്. കാരണം മറ്റൊന്നുമല്ല, കുറേ പേര് എൻ്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു ഹോം ടൂർ ചെയ്യുമോ എന്നുള്ളത്. ഇന്ന് പെട്ടെന്നൊരു ഇപ്പോൾ സമയം ഏകദേശം ഒരു 6 മണി ആയിട്ടുണ്ട്. അപ്പോഴാണ് എനിക്ക് ഒരു ചിന്ത വന്നത്, പിന്നെ എന്നാ വീടിൻ്റെ ഏരിയയും വീടൊക്കെ ഒന്ന് കാണിച്ചു തന്നാലോ എന്ന് വിചാരിച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത്. അപ്പം എൻ്റെ ട്യൂഷൻ സ്റ്റുഡൻറ്റ് ഐഷുവാണ് വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ടാണ് ഇന്ന് വെറൈറ്റി ആയിട്ട് വീഡിയോ പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അത് ഈ ടൈമിൽ അപ്പോൾ നേരെ നമുക്ക് വീടിൻ്റെ ആ ഭാഗമൊക്കെ കണ്ടാലോ. ക്യാമറമാൻ വരും. ഇതാണ് നമ്മുടെ തേക്കടി ഫോറസ്റ്റിൻ്റെ ഏരിയ ആണ്. ഇത് ഏകദേശം ഇത് കണ്ടില്ലേ, അമ്പിളിമാമനൊക്കെ മാനത്ത് വന്നുദിച്ച് കഴിഞ്ഞു. നല്ല ഡാർക്കായി തുടങ്ങിയിട്ടുണ്ട്. ഈ ഒന്നാമത്തെ കാര്യം, ഉച്ചയ്ക്ക് നല്ല വെയിലല്ലേ. ഈ വെയിൽ കാരണം നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. ഫുൾ നിങ്ങൾക്ക് ഈ ഏരിയ കാണുമ്പോൾ തന്നെ അറിയാം, എല്ലാം അവിടെ ഇവിടെയൊക്കെ ഉള്ളു പച്ചപ്പ്, ബാക്കി ഫുൾ ഉണങ്ങി വരണ്ട് ഫുൾ സീനായി കിടക്കുകയാണ്. അപ്പോൾ ഈ ഭാഗത്തൊന്നും വെയിൽ ഉള്ള ടൈമിൽ ഇറങ്ങുന്ന അത്ര രസമുള്ള പണിയല്ല. മരങ്ങളുണ്ടായിട്ടൊന്നും കാര്യമില്ല, നല്ല വെയിലാണ്. താഴോട്ടൊക്കെ ഫുൾ ഫോറസ്റ്റാണ്. ആ ഭാഗമൊക്കെ ഫുൾ ഫോറസ്റ്റാണ്. ഇത് നല്ലൊരു വ്യൂ പോയിൻ്റാണ് ഇവിടെ. ഇത് എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു വീട്ടിൻ്റെ ടെറസിൻ്റെ പൊക്കത്ത് നിന്നിട്ടാണ് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. ഇത് മറ്റേ ഈ ഒരു ഹോമില്ലേ, ഇത് ഫോറസ്റ്റിൻ്റെ എന്തോ ഒരു ഓഫീസാണ്. ഇതിനുള്ളിൽ ഈ ഒരു വഴിയാണ് നമ്മുടെ മംഗളാദേവി അമ്പലത്തിലോട്ടൊക്കെ പോകുന്നത്. അപ്പം അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ഓഫീസാണിത്. പിന്നെ EDC ഈ കാട്ടിനുള്ളിൽ പണിക്ക് പോകുന്നവരുണ്ടല്ലോ, അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് അവർക്ക് സൈനപ്പൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഓഫീസാണ് നമ്മുടെ വീട്. പിന്നെ ഞാൻ ഒരു ചേച്ചിയുടെ വീടിൻ്റെ ടെറസിന് പൊക്കത്ത് കയറി വന്നിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത്. ഇത് എൻ്റെ ട്യൂഷൻ സ്റ്റുഡൻറ്റ് ഐഷു 5ലാണ് പഠിക്കുന്നത്. എക്സാമൊക്കെ കഴിഞ്ഞ് ആളിങ്ങനെ ഇരിക്കുകയാണ്. അതേണ്ട ആദ്യക്കൂട്ടനും ഉണ്ട്. അപ്പം നമ്മൾ നേരെ നമ്മുടെ വീടിൻ്റെ ആ ഒരു ഇതിലോട്ട് വരാം. ഈ കാണുന്ന വഴിയില്ലേ, ഇത് റോഡാണേ. ഇത് ഈ ഒരു റോഡ് ഇങ്ങനെ ഒരു റോഡാണ്. ഈ റോഡ് ടാർ ചെയ്തിട്ടില്ല. ഈ ഒരു ഫോറസ്റ്റ് ഏരിയ ആയതുകൊണ്ട് ടാറൊന്നും ചെയ്തിട്ടില്ല. അപ്പം ടാർ ചെയ്യാൻ അനുവാദമില്ല, ഫോറസ്റ്റ് സൈഡ് ആയതുകൊണ്ട്. അപ്പം ആ റോഡിൽ നിന്ന് ഇങ്ങനെ കയറി വരുമ്പോഴേക്കും ഈ ഒരു വഴിയുണ്ട്. ഈ വഴിയിലിരിക്കുന്ന ആ കുട്ടി വീടാണ് എൻ്റെ വീട്. പിന്നെ കാണുന്നതാണ് ജൂലിയുടെ കൂട്. അതിൻ്റെ അപ്പുറത്ത് ലിയോയുടെ കൂടുണ്ട്. പിന്നെ ആ കുട്ടി വീടാണ് എൻ്റെ വീട്. വീടിന് ഉള്ളിലധികം കാണാനായിട്ടും അങ്ങനെയൊന്നുമില്ല. ഒരു റൂമും കിച്ചണൊന്നും പണിതിട്ടൊന്നുമില്ല. അപ്പം ഒരു റൂമും പിന്നെ ഒരു അടുക്കള പോലൊരു സെറ്റപ്പും ഒരു ഹാള് പോലൊരു സെറ്റപ്പും ഉള്ളൂ. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അതിൽ ഫുൾ അലങ്കോലമാണ്. ഫുൾ തുണിയും കാര്യങ്ങളും നമുക്ക് വെക്കാൻ സ്പേസ് ഒന്നും ഇല്ലാത്തത് കാരണം വീട് ഫുൾ അങ്ങനെ ഒരു ഇതിൽ ഒന്നും പണിയൊന്നും കറക്റ്റ് കഴിയാത്തത് കാരണം വീടിൻ്റെ ആ ലുക്കൊക്കെ അതുകൊണ്ടാണ് എനിക്ക് കാണിക്കുന്നത് മടിയാണ്. അതുകൊണ്ടാണ് ഞാൻ വീഡിയോയിൽ അത് ഉൾപ്പെടുത്താത്തത്. പിന്നെ ഇതാണ് നമ്മുടെ വീടിൻ്റെ ഏരിയ. ഇത് തേക്കടി താമരക്കണ്ടം എന്ന് പറയും ഈ ഏരിയ. വളരെ രസമാണ്. മഴയൊക്കെ വരുവാണെങ്കിൽ നല്ല രസമാണ് ഇവിടെ. ഇപ്പോഴും നല്ല രസമാണ്. പക്ഷെ നമ്മളിപ്പോഴും ഇവിടെ സ്ഥിരം നിൽക്കുന്നത് കൊണ്ട് നമുക്ക് വലിയ ഇതായിട്ടൊന്നും തോന്നുന്നില്ല. പുറത്തുനിന്നൊക്കെ വരുന്ന ഐഷുവൊക്കെ ഇവിടെ ഫസ്റ്റ് ടൈം വന്നപ്പോൾ വാവ് എന്താ വൈബ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അല്ല ഐഷു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സ്ഥലം. പിന്നെ പോകുമ്പോഴൊക്കെ അയ്യോ ഇതൊക്കെ ഒരു ബോറായി പോയല്ലോ എന്നൊക്കെ തോന്നും. ഇവർ കണ്ട് നമുക്കൊന്നും ഇതായിപ്പോയി. പക്ഷെ പുറത്തുനിന്ന് വരുന്ന ഒരാൾക്ക് നിങ്ങൾ ഇത്രയും പീസ്ഫുൾ ആയിട്ടുള്ള സ്ഥലത്താണ് താമസിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഇടയ്ക്കൊക്കെ ഈ ഒരു ടൈമൊക്കെ ആകുമ്പോഴത്തേക്കും മ്ലാവ് അങ്ങനെയൊക്കെ വരും. ഇത് കണ്ടില്ല, ആളുകൾ ഇത് വീട് ഏരിയ ഒരു സൈഡ് മാത്രമേ വീടുള്ളൂ, അപ്പുറത്തെ സൈഡിൽ വീടൊന്നുമില്ല. ഇത് ഈ ഒരു സൈഡ് ഫുള്ള് ഫോറസ്റ്റാണ്. ഫോറസ്റ്റ് ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുകയാണ്. ഇവിടെ അങ്ങ് കുറേ ഉണ്ട് കേട്ടോ. അതിന് കുറേ അവിടെ പോയി തമിഴ്നാട് ബോർഡറാണ്. അങ്ങ് അറ്റം പോയി കഴിയുമ്പോഴത്തേക്കും തമിഴ്നാട് ബോർഡറായിട്ട് വരും. പിന്നെ ഇങ്ങനെ നല്ല വെയിലായതുകൊണ്ട് എല്ലാവരുടെ വീടിന് മുന്നിലും ഈ തേക്കിൻ്റെ ഇലകളൊക്കെ വന്ന് വീഴുന്നത് കൊണ്ട് ഒരു 6-6:30 ആകുമ്പോഴത്തേക്ക് എല്ലാവരും ഒരു സൈഡിൽ തീയിട്ട് കത്തിക്കും. ഇതുപോലെ. പിന്നെ ഇഷ്ടംപോലെ ഹോം സ്റ്റേസും ഇതൊക്കെ ചുറ്റിനുമുണ്ട്. ഫുൾ ഈ കാണുന്ന വലിയ കെട്ടിടങ്ങളൊക്കെ ഹോം സ്റ്റേസും ഇതൊക്കെയാണ് ഫുള്ള്. ടെറസിൻ്റെ മുകളിലായതുകൊണ്ട് എനിക്കറിയത്തില്ല പ്രോപ്പറായിട്ട് കാണാൻ പറ്റുമോ ഇല്ലയൊന്നും. ഓൾറെഡി സന്ധ്യയായി.
ഇത് ഫുൾ ഇതാ കാണുന്ന ബിൽഡിംഗ് ഒക്കെ ഹോം സ്റ്റേസ് ആണ്. അവിടെ ഇവിടെയൊക്കെ കാണുന്നത് ഇത് ഹോം സ്റ്റേസും വീടും അങ്ങനെയൊക്കെ ഇതാണ്. ആ എല്ലാ ഹോം സ്റ്റേസിനും ഇടയ്ക്ക് കാണുന്ന കുട്ടി വീടാണ് ഇതേ കണ്ടില്ലേ, ആ ഒരു കുട്ടി വീടാണ് ഞങ്ങളുടെ വീട്. അകത്ത് കാണിക്കാനായിട്ടുള്ള ഒരു ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ കാണിക്കുന്നില്ല. ഭാവിയിൽ എപ്പോഴെങ്കിലും ആ ഒരു ഗട്ട്സ് വരുവാണെങ്കിൽ കാണിക്കാമെന്ന് കരുതി. പിന്നെ ഇതാണ് നമ്മുടെ ഇങ്ങോട്ട് വരുന്ന റോഡ്. ഈ റോഡിൽ കൂടി വേണം നമ്മൾ കുമളി ടൗണിലോട്ടൊക്കെ പോവാനായിട്ട്. ഇവിടുന്ന് ഒരു നടക്കാനാണെങ്കിൽ ഒരു 10 to 15 മിനിറ്റ് മതി. സ്പീഡിൽ നടക്കുകയാണെങ്കിൽ മാക്സിമം ഒരു 10 മിനിറ്റും കൂടി നമ്മൾ കുമളിയിലെത്തും. പിന്നെ എന്താണെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് പിന്നെ ഹോം ടൂറിൽ എന്താ ഉൾപ്പെടുത്തേണ്ടതെന്നൊന്നും എനിക്കറിയില്ല. ഇത് നമ്മുടെ ഇത് കണ്ടില്ലേ, ഇവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ട് സൺസെറ്റൊക്കെ അടിപൊളിയായിട്ട് കാണാൻ പറ്റും. സൺസെറ്റും അതുകൊണ്ട് തന്നെ സൺറൈസൊക്കെ നല്ല രസമായിട്ട് നല്ല വലുതായിട്ടൊക്കെ കാണാൻ പറ്റും. നല്ല രസമാണ് ഈ ഒരു വൈബ് ഈ ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് കഴിയുമ്പോഴേ. പിന്നെ ഇതൊക്കെയാണ് ഒരു എനിക്ക് പ്രത്യേകിച്ച് ഹോം ടൂറിൽ എന്താ പറയേണ്ടതെന്നൊന്നും അറിയത്തില്ല. ഇതൊക്കെയാണ് എൻ്റെ വീടിൻ്റെ ഏരിയയും കാര്യങ്ങളൊക്കെ. വീട് കാണിച്ചു തന്നില്ല, വീടിൻ്റെ ഉള്ളിൽ കാണിക്കാനായിട്ടുള്ള ഗട്ട്സില്ല. കാരണം അത്രയ്ക്ക് സൗകര്യമൊന്നും നമ്മുടെ വീട്ടിലില്ല. ഫുൾ അലങ്കോലമാണ്. ഒരു വീഡിയോ എടുത്തിട്ട് എനിക്ക് അതുകൊണ്ടാണ് ഞാൻ മോസ്റ്റ്ലി വീഡിയോ പോലും അധികം മീൻസ് പുറത്തൊക്കെ എവിടെയെങ്കിലും പോകുമ്പോൾ വീഡിയോ എടുക്കുന്നത് അതുകൊണ്ടാണ്. അകത്ത് എടുക്കാനുള്ള എന്താ പറയുക സൗകര്യങ്ങളൊക്കെ കുറവാണ്. അപ്പം ഞാൻ മാക്സിമം അഡ്ജസ്റ്റൊക്കെ ചെയ്തിട്ടാണ് സാധാരണ വീഡിയോ എടുക്കാറ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഹോം ടൂർ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതാ അങ്ങ് ദൂരെ ടവറൊക്കെ കാണുന്നുണ്ടോ? എൻ്റെ ക്യാമറയ്ക്ക് ഇതാ അവിടെ ടവറൊക്കെ കാണുന്നുണ്ട്. ഇതാണ് എൻ്റെ വീടിൻ്റെ പരിസരവും ഏരിയയൊക്കെ. അപ്പം ചേച്ചി ഇവിടെ തുണിയൊക്കെ കുറേ അലക്കിയിട്ടിട്ടുണ്ട്. അതൊക്കെ വീടിൻ്റെ ഇവിടെയൊക്കെ വരുന്നുണ്ട്. അപ്പം എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ സീ യു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരും ദിവസങ്ങളിൽ വരാമെന്ന് വിചാരിക്കുന്നു. ഞാൻ എപ്പോഴും വിചാരിക്കും ഹെയർ കെയർ വീഡിയോസൊക്കെ ചെയ്യണമെന്ന്. പക്ഷേ വർക്ക് ലോഡും പിന്നെ ടൈം അഡ്ജസ്റ്റ്മെൻറ്റ് ഇപ്പോൾ ഐഷുവിന് എക്സാം ആയതുകൊണ്ട് എക്സാമിന് ട്യൂഷനൊക്കെ ഉള്ളതുകൊണ്ട് സമയം അങ്ങനെ കിട്ടാറില്ല വീഡിയോ എടുക്കാൻ. ഇനിയിപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് ഐഷുവിനെ ക്യാമറമാൻ ആക്കിയിട്ട് വേണം കുറച്ച് വീഡിയോ ഒക്കെ എടുക്കാനായിട്ട്. അപ്പം എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ സീ യു.